സൂപ്പർ 60യിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ 268 പേർക്ക് ഡെങ്കിപ്പനിയും 93 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. പനിബാധയെ തുടർന്ന് 6 പേരാണ് ഇതിനോടകം മരിച്ചിട്ടുള്ളത്. പ്രതിദിനം വിവിധ ആശുപത്രിയിൽ ആയിരങ്ങളാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത്. റോഷിപ്പാലുണ്ട് വിവരങ്ങളുമായി. റോഷിപ്പാൽ, പനി ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള പനിയാണ് H1N1, ഒപ്പം തന്നെ ഡെങ്കിപ്പനിയാണ് കൂടുതലായി കാണപ്പെടുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? ബില്ലിൽ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലമായി സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ്. ഡെങ്കി ഒപ്പം എലിപ്പനിയും H1N1 അടക്കമുണ്ട്. അതിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും H1N1 അടക്കം മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുന്നത്. നേരത്തെ ആരോഗ്യമന്ത്രി തന്നെ മുന്നറിയിപ്പ് പലവട്ടം നൽകി. ഏറ്റവും ഒടുവിലും മുന്നറിയിപ്പുണ്ട്. കൃത്യമായി ഏത് തരത്തിലാണ് പനി ഉണ്ടാകുമ്പോൾ സ്വയം ചികിത്സ പാടില്ല, ഒപ്പം തൊട്ടടുത്തുള്ള ആശുപത്രികളിൽ ചികിത്സ തേടണം എന്നടക്കമുള്ള മുന്നറിയിപ്പുണ്ട്. പ്രതിദിനം ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ ആശുപത്രികളിൽ കാഷ്വാലിറ്റിയിൽ ചികിത്സ തേടുന്നുണ്ട്, OPയിൽ ചികിത്സ തേടുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സക്കായി എത്തുന്നു എന്നത് പ്രധാനപ്പെട്ട. ഡെങ്കിപ്പനി 2 തവണ വരുമ്പോൾ രണ്ടാമത് ഡെങ്കിപ്പനി വരുന്നത് വലിയ അപകടം വരുത്തുമെന്ന മുന്നറിയിപ്പും ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. H1N1 ആണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് അപകടകരമായ രീതിയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത്. എലിപ്പനിയും സമാനമായി തന്നെയാണ്. ഏതായാലും ആരോഗ്യസ്ഥിതി ഈ തരത്തിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ അത് നിയന്ത്രിക്കാനുള്ള മുൻ നടപടികൾ, പകർച്ചവ്യാധി നിയന്ത്രിക്കാനുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നു എന്ന വിശദീകരണവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നിയമസഭയിലടക്കം പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചതാണ്. വിശദമായ മറുപടി ആരോഗ്യമന്ത്രി നൽകുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോഴത്തെ കണക്കനുസരിച്ച്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ ഏതാണ്ട് 6 പേര് ഈ വിവിധ പനികൾ ബാധിച്ച് മരിച്ചു എന്നതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ H1N1 ബാധയേറ്റാണ് മരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഡെങ്കിപ്പനിയും സമാനമായി തന്നെയാണ് മരണസംഖ്യ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ, H1N1 ഡെങ്കിപ്പനിയും എലിപ്പനിയും പടർന്നു പിടിക്കുകയാണ്. സംസ്ഥാനത്ത് പനി വ്യാപകമാണ്. റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്.